യെസ്, പ്രശാന്തേ, നമസ്കാരം. നമസ്കാരം മാഷെ. ഇന്ന് നമ്മൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു, ശബരിമലയിൽ പോയിട്ട് നമ്മുടെ സ്വാമിമാർ, അയ്യപ്പന്മാർ കാണിച്ചു കൂട്ടുന്നതിൽ പലതും ആചാരമല്ല. അതുകൊണ്ട് അവിടുത്തെ അനാചാരങ്ങൾ അല്ലെങ്കിൽ വിധിപ്രകാരമുള്ള അവിടുത്തെ താന്ത്രിക വിദ്യയോ എന്താണ് ശരിയായ വിശ്വാസപ്രകാരമുള്ള ആചാരങ്ങളല്ലാതെ അവിടെ അനുഷ്ഠിക്കുന്നതാണ് യഥാർത്ഥത്തിൽ അവിടെ തിരക്ക് കൂട്ടുന്നത്, അവിടെ മാലിന്യങ്ങൾ ഉണ്ടാക്കുന്നത്, അവിടെ അശുദ്ധമാക്കുന്നത് എന്നൊക്കെ ഹൈക്കോടതി പറയുന്നുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം 2-3 കാര്യങ്ങൾ ഒരു കാരണവശാലും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന്, ഈ ക്ഷേത്രത്തിന് ചുറ്റും നാളികേര ഉരുട്ടുന്നൊരു ഏർപ്പാടുണ്ട്, മാളികപ്പുറം. അതുപോലെ മാളികപ്പുറത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ അവിടെ ഉപേക്ഷിച്ചു പോരുന്നൊരു ഏർപ്പാടുണ്ട്. ഇങ്ങനെയുള്ള സംഗതികൾ. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ക്ഷേത്രത്തിന് ചുറ്റും മഞ്ഞൾപ്പൊടി വിതറുന്നത് എന്തോ ഒരു ആചാരമായി തീർന്നിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ അനുഷ്ഠിക്കുന്നതാവാം, പക്ഷേ അത് ഇപ്പോൾ ആചാരമായിട്ടുണ്ട്. അതുകൊണ്ട് ഇമാതിരി കാര്യങ്ങളൊന്നും അവിടെ പാടില്ല എന്ന് ഹൈക്കോടതിക്ക് പറയേണ്ടി വന്നിരിക്കുന്നു. സാധാരണഗതിയിൽ വിശ്വാസത്തിൽ അങ്ങനെ നേരിട്ട് ഇടപെടാത്തതാണ് നമ്മുടെ കോടതികൾ. അപ്പോൾ ഈ സാഹചര്യത്തിൽ എനിക്ക് പ്രശാന്തിനോട് ഒരു റൈറ്റ് പേഴ്സൺ എന്ന നിലയിൽ അത് ചോദിക്കാൻ പറ്റിയവരോടല്ലേ ചോദിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ എനിക്കറിയേണ്ടത്, ശബരിമലയ്ക്ക് പോകാൻ ഒരു വിശ്വാസി തീരുമാനിച്ചാൽ, അയ്യപ്പനെ തൊഴാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം ഈ വ്രതമെടുക്കുന്ന കാലം, മണ്ഡലകാലം തൊട്ട് ശബരിമലയിൽ നിന്ന് അനുഷ്ഠാനം പൂർത്തിയാക്കി, അവിടുത്തെ ആചാരങ്ങളൊക്കെ പൂർത്തിയാക്കി മാല ഊരുന്നത് വരെ, അങ്ങനെയാണല്ലോ ഞങ്ങൾ പറയുക. അതാണോ അതിൻ്റെ അന്തിമമായ പരിഹാരം അവസാനം എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും അതുവരെയുള്ള കർമ്മങ്ങൾ അതിൻ്റെ ക്രമത്തിലൊന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് അറിയാൻ പറ്റും, നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ക്ലാരിറ്റിയും വരും. തീർച്ചയായിട്ടും. അതിനു മുമ്പ് മാഷെ, ആദ്യം ഹൈക്കോടതി വിധിയിലേക്ക് നമുക്ക് ഒന്ന് വരാം. ഈ ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്ത്രിയോട് ആരാഞ്ഞിട്ടാണ്, തന്ത്രിയോട് ചോദിച്ചിട്ടാണ്, അദ്ദേഹത്തിൻ്റെ മറുപടി കേട്ടതിന് ശേഷമാണ് വിധി പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ശബരിമല വിഷയത്തിൽ ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ശബരിമലയിൽ അനുഷ്ഠിക്കേണ്ടത്, എന്താണ് അനുഷ്ഠിക്കാൻ പാടില്ലാത്തത് എന്ന് വളരെ കൃത്യമായിട്ട് ചോദിക്കേണ്ടവരോട് ചോദിച്ച് വിശദീകരണം കിട്ടി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഈ വിധി പറഞ്ഞിരിക്കുന്നതെന്നാണ് നമുക്ക് വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒരിക്കലും അത് തെറ്റാകാൻ ഇടയില്ല. തീർച്ചയായിട്ടും കോടതി അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിക്കാതെ ഒരിക്കലും ഒരു വിഷയത്തിലും കോടതി നിരീക്ഷണം പറയുകയോ അല്ലെങ്കിൽ വിധി പറയുകയോ ചെയ്യില്ല എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് പകൽ പോലെ വ്യക്തമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് ആചാരം, എന്താണ് അനാചാരം എന്നുള്ളത് തന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പം മുമ്പില്ലാതിരുന്നത്, പാരമ്പര്യത്തിൽ ഇല്ലാതിരുന്നത്, പുതുതായിട്ട് കൂട്ടിച്ചേർത്തത്, അതൊക്കെ ഒഴിവാക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തന്ത്രിയുടെ കൂടി ഉത്തരവാദിത്വത്തിന്റെ അടിസ്ഥാനത്തിൽ, ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ, തന്ത്രിയുടെ കൂടി അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസത്തിൽ കോടതി ഇടപെട്ടു, ഹൈക്കോടതി ഇടപെട്ടു എന്ന് നമുക്ക് പറയാനേ സാധിക്കില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു ഭക്തൻ തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ അത് ദയവായി തിരുത്തണം എന്ന് നമുക്ക് അവരോട് വളരെ വിനയപൂർവ്വം പറയാനുണ്ട്. ഇനി നമുക്ക് ആചാരത്തിലും അനാചാരത്തിലും എന്താണ് ശബരിമലയിൽ ഒരു ഭക്തൻ എങ്ങനെയാണ് ശബരിമലയിൽ പോകേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ പണ്ടൊക്കെ ശബരിമല നമുക്കറിയാം, മണ്ഡലകാലവും ഈ മകരവിളക്ക് ഉത്സവവും ആണ് ശബരിമലയിൽ പ്രധാനമായിട്ടും നടന്നിരുന്നത്. എല്ലാ 1-ാം തീയതിയും നട തുറക്കുന്ന ഒരു ശീലം വളരെ പണ്ടുണ്ടായിരുന്നു. പിന്നെ അതിടയ്ക്ക് നിന്നുപോയി, പിന്നെ അത് പുനരാരംഭിച്ചു. അപ്പോൾ ഇപ്പോൾ എല്ലാ മലയാള മാസം 1-ാം തീയതിയും ശബരിമല നട തുറക്കുന്നുണ്ട്. അതിൻ്റെ തലേദിവസം തന്നെ തന്ത്രിയും മേൽശാന്തിയൊക്കെ അവിടെ എത്തിയിട്ട് 1-ാം തീയതി, മലയാള മാസം 1-ാം തീയതി നട തുറക്കും. ഏതാണ്ട് 2-3 ദിവസം, ചിലപ്പോൾ 5 ദിവസം വരെ പോയേക്കും. പിന്നെ ചില വിശേഷ ദിവസങ്ങൾ, ഓണം, തിരുവോണം, അതുപോലെ ദീപാവലി, അങ്ങനെയൊക്കെയുള്ള ചില വിശേഷ ദിവസങ്ങളിൽ നട തുറക്കുന്നതായിട്ട് നമ്മൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ സമയത്ത് ഭക്തർക്ക് ദർശനം നടത്താം. പക്ഷേ ഈ മണ്ഡലകാലത്തിനൊരു വ്യത്യാസമുണ്ട്. മണ്ഡലകാലവും മകരവിളക്ക് ഉത്സവവും, അത് ഈ മകരജ്യോതി അത് കൊളുത്തുന്നതോ ആകാശത്ത് തെളിയുന്നതോ എന്തുമാകട്ടെ, ഭക്തനെ സംബന്ധിച്ച് അത് അയ്യപ്പൻ്റെ വിളക്ക്, അയ്യപ്പൻ്റെ പ്രകാശമാണ്, വെളിച്ചമാണ്. ഭക്തൻ അങ്ങനെ അതിനെ കാണുന്നുള്ളൂ. നമ്മൾ അതിൻ്റെ ലോജിക്കൊന്നും തേടിയിട്ട് കാര്യമില്ല. എന്തായാലും അങ്ങനൊരു വിളക്ക് അവിടെ തെളിച്ചാലും താനേ തെളിഞ്ഞാലും അതുകൊണ്ട് ആർക്കും ദോഷമൊന്നുമില്ല, നഷ്ടമൊന്നുമില്ല. അതങ്ങനെ തെളിഞ്ഞോട്ടെ, അത്രയും നമുക്ക് പറയാനുള്ളൂ. ഇനി മണ്ഡലകാലത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. മണ്ഡലവ്രതം 41 ദിവസമാണ് വ്രതമെടുക്കേണ്ടത്. ഈ 41 ദിവസം വ്രതമെടുത്ത് വൃശ്ചികം 1-ന് മാലയിട്ടാൽ 41 ദിവസം കഴിഞ്ഞാണ് മലയ്ക്ക് പോകേണ്ടത്.
അത് പക്ഷേ സൗകര്യപ്രദമായിട്ട് ആളുകൾ മാറ്റുന്നുണ്ട്. അത് ആൾക്കാർ മാറ്റുന്നുണ്ട്. അത് ഈ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്. വൃശ്ചികം 1 മാലയിട്ടിട്ട് 2 പോകുന്നവരുണ്ട്, 5-ാം ദിവസം പോകുന്നവരുണ്ട്, 15 ദിവസം വ്രതം എടുത്തിട്ട് പോകുന്നവരുണ്ട്, ഇങ്ങനെ 18 ദിവസം വ്രതം എടുത്തിട്ട് പോകുന്നവരുണ്ട്. ഇതൊക്കെ അവരവരുടെ സൗകര്യാർത്ഥം ചെയ്യാം. ഇന്നത് ഫ്ലെക്സിബിൾ ആയി. പക്ഷെ വാസ്തവത്തിൽ പാരമ്പര്യത്തിൽ അടിയുറച്ചു നിന്നാൽ 41 ദിവസത്തെ വ്രതം എടുക്കാതെ ശബരിമലയിൽ പോകരുത്. ശരി, നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതും അനുഷ്ഠിച്ചിട്ടുള്ളതും അങ്ങനെയാണ്. അപ്പോൾ ഈ വൃശ്ചികം 1 മല ചവിട്ടണമെങ്കിൽ അതിന് മുമ്പേ വ്രതം എടുക്കണം, അല്ലേ? ഈ മണ്ഡലകാലം ആരംഭിക്കുന്നതിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ തലേ ദിവസം തന്ത്രിയും മേൽശാന്തിയും മറ്റ് സംവിധാനങ്ങളും ഒക്കെ അവിടെ എത്തുകയാണ്. ഇന്നിപ്പോൾ ഒരുപാട് ആൾക്കാർ വരികയാണ്. നമുക്ക് അവരുടെ എണ്ണം നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റില്ല. കോടിക്കണക്കിന് ഭക്തരാണ് ശബരിമല വന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ശബരിമലയിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയേ ഉള്ളൂ എന്നല്ല, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പരിസ്ഥിതിക്ക് ദോഷം വരാത്ത വണ്ണം തീർത്ഥാടനം നടത്തണം. നമുക്കറിയാം, ഇതൊരു കാനന ക്ഷേത്രമാണ്. നമ്മൾ മാത്രമല്ല അവിടെ പോകുന്നത്, അവിടെ ഒരു വലിയ ആവാസ വ്യവസ്ഥയുണ്ട്. അതൊക്കെ അയ്യപ്പൻ്റെ ഭൂതഗണങ്ങൾ ആണെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത്. സത്യമാണ്, അയ്യപ്പൻ്റെ പൂങ്കാവനമാണ്. ശബരിമല ഉൾപ്പെടെയുള്ള ആ 18 മലകൾ അയ്യപ്പൻ്റെ പൂങ്കാവനമാണ്. അവിടെ പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കുന്ന ഒന്നും ചെയ്യരുത്. അത് ഭക്തന്റെ കടമയാണ്, കർത്തവ്യമാണ്. അല്ലാതെ ഞാൻ ശബരിമലയ്ക്ക് പോകുന്നു, എനിക്ക് അവിടെ ഭഗവാന്റെ അനുഗ്രഹം കിട്ടണം, അതുകൊണ്ട് ഞാൻ അവിടെ പോയി എന്ത് തോന്നിയാസം ചെയ്യും, അത് നടപ്പുള്ള കാര്യമല്ല. ശരി, ഈ വ്രതാരംഭ ചടങ്ങുകൾ എങ്ങനെയാണ്? വ്രതാരംഭം വാസ്തവം പറഞ്ഞാൽ കുളിച്ച് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിൽ, ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പോയി മാലയിടും. മാലയിട്ട് കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു ചടങ്ങുണ്ട്. പിന്നെ പൂജാരി, ക്ഷേത്രത്തിലെ ശാന്തി, പുണ്യാഹമൊക്കെ നമ്മളെ തളിച്ച് ഒരു ചെറിയ മന്ത്രജപത്തോടു കൂടി ഒരു സങ്കല്പമാണത്. എന്ന് വെച്ചാൽ നമ്മുടെ അകവും പുറവും ഒരുപോലെ ശുദ്ധമാകട്ടെ, ശരീരവും മനസ്സും ആത്മാവും ഒരുപോലെ ശുദ്ധമാകട്ടെ, നമ്മുടെ മനസ്സ്, ബുദ്ധി, വാക്ക്, ഇന്ദ്രിയങ്ങൾ ഒക്കെ ശുദ്ധമാകട്ടെ, ഇങ്ങനെ സങ്കല്പിച്ചുള്ള ഒരു പ്രാർത്ഥനയാണ്. മാല അർപ്പിക്കുന്ന മാല പൂജിച്ച് ഇത് ഈ മേൽശാന്തി ഇവരൊക്കെ കൊടുക്കും. ചിലപ്പോൾ കയ്യിലേക്ക് കൊടുക്കും, ചിലപ്പോൾ മാല ഇങ്ങനെ കഴുത്തിലിട്ട് കൊടുക്കും. അതൊക്കെ ചിലർ അവരവരുടെ സൗകര്യാർത്ഥം. അപ്പോൾ മുതൽ സ്വാമിയായി. അയാൾ പിന്നെ ഒരു സാധാരണ മനുഷ്യനല്ല, അയ്യപ്പന്റെ പ്രതിപുരുഷനാണ്. എന്തൊക്കെയാണ് ഈ വ്രതത്തിന്റെ നിഷ്ഠകൾ? വ്രതത്തിന്റെ നിഷ്ഠകൾ: മത്സ്യമാംസാദികൾ പാടില്ല, കള്ളം പറയാൻ പാടില്ല, ഒരാളിനോടും ദേഷ്യപ്പെടരുത്, ഒരാളിനോടും വഞ്ചന കാണിക്കരുത്, വാക്കിലും നോക്കിലും പ്രവൃത്തിയിൽ സമ്പൂർണമായിട്ടും വിനയം, സത്യസന്ധത, ധാർമ്മികത ഇതൊക്കെ ഉണ്ടാകണം. ഇതിന് ഉപരിയായിട്ട് ബ്രഹ്മചര്യം പാലിക്കണം. ആ കാലത്ത് ഇന്ദ്രിയങ്ങൾക്ക് വിധേയമായി, ഇന്ദ്രിയങ്ങളുടെ അടിമയായി പ്രവർത്തിക്കരുത്. പുരുഷനാണെങ്കിൽ തീർച്ചയായിട്ടും സ്ത്രീ സംസർഗം പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് ആ കാലത്ത് ഒഴിഞ്ഞു നിൽക്കണം. എന്ന് മാത്രമല്ല, പരിപൂർണമായിട്ടും ശുദ്ധി, എല്ലാ അർത്ഥത്തിലും ശുദ്ധി പാലിക്കണം. അപ്പോൾ പിന്നെ ഈ 41 ദിവസവും ഞങ്ങളൊക്കെ കൊച്ചിലെ ശബരിമല ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ആ കാലത്ത് അമ്മ അന്ന് ചെറുപ്പക്കാരിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അമ്മയ്ക്ക് ആ ഒരു 7 ദിവസം വീട്ടിൽ ആ അമ്മയുടെ സംസർഗത്തിലേക്ക്, അല്ലെങ്കിൽ അടുത്ത് ദേഹത്ത് തൊടുക, അമ്മയുടെ പിന്നെ മടിയിൽ പോയിരിക്കുക, അങ്ങനെയൊന്നും ചെയ്യില്ല നമ്മൾ, വിലക്കും ഈ ആർത്തവ കാലത്ത്. അപ്പോൾ മാറി നിൽക്കാൻ പറയും. അമ്മയും അന്ന് നമുക്ക് ഭക്ഷണം പാചകം ചെയ്ത് തരില്ല. ഞങ്ങൾ മറ്റാരെങ്കിലും പാചകം ചെയ്ത ഭക്ഷണമായിരിക്കും കഴിക്കുക. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ നിഷ്ഠകൾ. അപ്പം അതിൻ്റെയൊക്കെ യുക്തി ചോദിച്ചാൽ നമുക്ക് മറുപടിയില്ല. പക്ഷെ ഭക്തൻ ഇങ്ങനെ വളരെ മനസ്സർപ്പിച്ച് വലിയൊരു സങ്കല്പത്തോടു കൂടി ഇതൊക്കെ ചെയ്യാം. ഈ മലക്ക് പോകുന്ന ഒരു അയ്യപ്പൻ, ഒരു സ്വാമി വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടുകാരും വ്രതം എടുക്കണം. വീട്ടുകാർ വ്രതം എടുക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ആ വീട്ടിൽ പൊതുവെ മാംസാഹാരം, മത്സ്യാഹാരം ഒന്നും പാകം ചെയ്യില്ല. ദൈനംദിന ആചാരങ്ങൾ എന്തൊക്കെയാണ്? ദൈനംദിന ആചാരങ്ങൾ: അതിരാവിലെ എണീറ്റ് കുളിക്കുക, നേരെ പോയി ക്ഷേത്ര ദർശനം, നമ്മുടെ പ്രാഥമിക കൃത്യങ്ങളൊക്കെ നടത്തി കുളിച്ച് ശുദ്ധമായി ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി അവിടുന്ന് കിട്ടുന്ന തീർത്ഥം ഒക്കെ സേവിച്ചിട്ട് തിരിച്ചു വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കും. പിന്നെ അതുപോലെ പകല് മറ്റു ജോലിക്കൊക്കെ പോവാം. തൻ്റെ ജോലി എന്താണോ അത്, കായികമായിട്ടാണെങ്കിലും അല്ലാത്ത ജോലിയാണെങ്കിലും എന്ത് ജോലിക്കും പോവാം. കറുപ്പുടുക്കുന്നത് അയ്യപ്പൻ, ഈ അയ്യപ്പന്റെ ധർമ്മശാസ്താവിനെ പ്രതിനിധീകരിക്കുന്ന ഗ്രഹം, നമ്മുടെ പ്ലാനറ്റ് ശനിയാണ്. ഈ ശനിയുടെ നിറം കറുപ്പാണ്. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ശനിദോഷം മാറാനായിട്ട് ഈ കറുപ്പുടുത്ത് അയ്യപ്പനെ നമ്മൾ
ഒരു തിരിച്ചറിയാനും നല്ലതാണ്. തിരിച്ചറിയാനും നല്ലതാണ്. അയ്യപ്പനെ ഇയാള് ശബരിമലയ്ക്ക് പോകാൻ പോകുന്ന ആളാണ്, അദ്ദേഹത്തെ ഒന്ന് ബഹുമാനിക്കണം, അല്ലെങ്കിൽ ഉപദ്രവിക്കരുത്, ശല്യപ്പെടുത്തരുത്. ബഹുമാനിച്ചില്ലെങ്കിലും വേണ്ടൂല. വൈകുന്നേരവും വേണോ അമ്പലത്തിൽ പോവാ? വൈകിട്ടും ഇത് അമ്പലത്തിൽ പോകണമെന്ന് നിർബന്ധമില്ല. വീട്ടിൽ ഇരുന്നാണെങ്കിലും ഇതിന്റെ നാമജപങ്ങളും കാര്യങ്ങളും ചെയ്യാം. ഈ ചൊല്ലുന്നൊക്കെ അയ്യപ്പ കീർത്തനങ്ങൾ, അയ്യപ്പ സ്തോത്രങ്ങള്, അയ്യപ്പ സഹസ്രനാമങ്ങള്, ഇതൊക്കെ ചൊല്ലാം. പിന്നെ എന്ന് വെച്ച് മറ്റ് ദേവന്മാരെ ഒന്നും ഉപാസിക്കാൻ പാടില്ല എന്നൊന്നുമില്ല, അതുമൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ അയ്യപ്പനൊരു പ്രയോറിറ്റി ഉണ്ട്, അയ്യപ്പനൊരു പ്രാധാന്യമുണ്ട്. അവിടെ വൈകിട്ടും ക്ഷേത്ര ദർശനം നടത്താം. വന്ന് കുളിച്ച് ഭംഗിയായി ശുചിത്വത്തോടു കൂടി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് അവിടുന്ന് തീർത്ഥമൊക്കെ സേവിച്ച് വൈകിട്ടത്തെ ദീപാരാധനയിൽ പങ്കെടുക്കും. അങ്ങനെ 41 ദിവസം. അങ്ങനെ 41 ദിവസം. അതോ 41 ദിവസം അവിടെ എത്തണോ, ശബരിമലയിൽ എത്തണോ? 41ാമത്തെ ദിവസം തൊട്ട് ശബരിമലയിൽ എത്താം. അത് കഴിഞ്ഞ് ഈ മണ്ഡലകാലം തീരുന്നതിന് മുമ്പ് എത്തണമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് മണ്ഡലകാലം എന്ന് പൊതുവെ പറയുന്നത് ഈ 41 ദിവസത്തെയാണ്. അത് ഈ ആയുർവേദത്തിലെ ഒരു അതിനകത്ത് അങ്ങനെ ഒരു സംഗതി കൂടിയുണ്ട്. 41 ദിവസം നമ്മൾ ശരീരത്തിൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ കഴിക്കുന്ന ആഹാരം, കുടിക്കുന്ന വെള്ളം, അതിൻ്റെയൊക്കെ മാലിന്യം നമ്മുടെ ശരീരത്തിൽ നിന്ന് കൃത്യമായിട്ട് സമ്പൂർണ്ണമായിട്ടും അത് ദഹിച്ച് നമ്മുടെ കോശങ്ങളിലൊക്കെ എത്തി മെറ്റബോളിക് ആക്ടിവിറ്റിയൊക്കെ നടന്ന് അത് എത്തേണ്ട സ്ഥലത്തെല്ലാം എത്തി അത് രക്തമായി മാറി അങ്ങനെയാണല്ലോ എന്നിട്ട് അതിൻ്റെ ഏറ്റവും അവസാനം അത് സമ്പൂർണ്ണമായിട്ടും ശരീരത്തിൽ കിടന്ന് കറങ്ങി എല്ലായിടത്തും പോയിട്ട് അത് പരിപൂർണമായിട്ട് അവസാനം പുറത്ത് വിയർപ്പിലും മൂത്രത്തിലും മലത്തിലും കൂടെ പുറത്തു പോകാൻ 41 ദിവസം എടുക്കുമെന്നാണ് ആയുർവേദ സങ്കല്പം. അപ്പൊ അതിന്റെ ഈ പറഞ്ഞ പോലെ ശാസ്ത്രമൊക്കെ ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാനില്ല. ഈ മലയ്ക്ക് പോകുന്നതിന് മുമ്പ് ആണല്ലോ, പോകുന്നതിന് തൊട്ട് മുമ്പുള്ള ചടങ്ങുകൾ, ഈ കെട്ടുനിറ, അതെന്താ? അതിലേക്ക് വരാം. അപ്പൊ ഈ 41 ദിവസം വ്രതം എടുക്കുന്നത് കൊണ്ട് ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഈ കംപ്ലീറ്റ് മാലിന്യങ്ങളും ഒക്കെ ശരീരം വൃത്തിയായി, മനസ്സ് വൃത്തിയായി, ബുദ്ധി വൃത്തിയായി, ഇന്ദ്രിയങ്ങൾ വൃത്തിയായി എന്നാണ്. ഇനി മാഷ് പറഞ്ഞ പോലെ കെട്ട് നിറയ്ക്കാൻ, അത് ഈ ശബരിമല പോകാനായിട്ട് 41 ദിവസത്തെ വ്രതം പൂർത്തിയാക്കി, അല്ലെങ്കിൽ 21 ദിവസത്തെ വ്രതം പൂർത്തിയാക്കി, അല്ലെങ്കിൽ 18 ദിവസത്തെ വ്രതം പൂർത്തിയാക്കി, നമ്മുടെ നിശ്ചയം പോലെ, നമ്മുടെ സങ്കല്പം പോലെയാണ്. പക്ഷെ 41ന്റെ കണക്ക് ഇതാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി അതെല്ലാം പൂർത്തിയാക്കിയിട്ട് കെട്ട് നിറയ്ക്കുന്നു. അത് ഒരു നാളികേരം ചുരണ്ടി നല്ല വൃത്തിയാക്കി അതിൽ നാരൊന്നും ഇല്ലാതെ വളരെ ഭംഗിയാക്കി എടുത്തിട്ട് അതിൽ നമ്മൾ നെയ്യ് നിറയ്ക്കുക. അപ്പോൾ ആ നെയ്യ് ഭക്തൻ്റെ പശുവിൻ പാലിലെ നെയ്യാണ് നിറയ്ക്കുന്നത്. ഭക്തൻ്റെ സങ്കല്പം ഞാൻ എൻ്റെ മനസ്സും ബുദ്ധിയും അഹങ്കാരവും എന്ന് വേണ്ട എല്ലാം, എൻ്റെ നല്ലതും ചീത്തയും എല്ലാം ഈ നെയ്യിൻ്റെ രൂപത്തിൽ ഞാനിതാ ഈ നാളികേരത്തിന് അകത്തേക്ക് കൊടുക്കുകയാണ്. ഈ നാളികേരം 3 കണ്ണുള്ളതാണ്, മുക്കണ്ണൻ. ഈ നാളികേരത്തിനെ ശിവൻ എന്ന് സങ്കല്പിക്കാറുണ്ട്. ശിവപുത്രനാണല്ലോ അയ്യപ്പൻ. അങ്ങനെ ഇതൊക്കെ പുരാണ സംബന്ധമായ എന്താ പറയുക, മനോഹരമായ മിത്താണ്. ഇതിനകത്തൊക്കെ നമ്മൾ ഈ അതെ ഇതിന്റെ യുക്തിയൊന്നും അന്വേഷിച്ച് പോയിട്ട് കാര്യമില്ല. ഇതുകൊണ്ട് നമ്മുടെ ചിത്തശുദ്ധി ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഈ ഏത് മതമായാലും ശരി, ഈശ്വരാരാധന ചെയ്യുന്നത് മനസ്സ് നന്നാവാനാണ്. അത് ശ്രീനാരായണ ഗുരുദേവൻ വളരെ ലളിതമായിട്ട് പറഞ്ഞ 2 വരി പദ്യം പറഞ്ഞ് ഞാനത് നിർത്താം. ആ കാര്യം: മനമലർ കൊയ്തു മഹേശ പൂജ ചെയ്തിടും മനുജനു മറ്റൊരു വേല ചെയ്തിടേണ്ട. മനസ്സാകുന്ന മലര് കൊയ്ത് ആ സർവേശ്വരനെ പൂജിക്കുന്ന, അത് നിങ്ങൾ എന്തും ആയിക്കോട്ടെ, ഏത് പേരും വിളിച്ചോളൂ, നിങ്ങൾ എന്തിനേയും സങ്കല്പിച്ചോളൂ, രൂപം സങ്കല്പിച്ചോളൂ, രൂപമില്ലാത്തത് സങ്കല്പിച്ചോളൂ, അരൂപത്തെ സങ്കല്പിച്ചോളൂ. പക്ഷെ മനസ്സാകുന്ന മലര് കൊയ്ത് മഹേശ പൂജ ചെയ്തിടുന്ന മനുഷ്യൻ മറ്റൊരു വേലയെന്ന് വെച്ചാൽ ജോലി ചെയ്യണ്ട എന്നല്ല അർത്ഥം. ഈശ്വരാരാധനയ്ക്കായിട്ട് വേറെ ഒന്നും ചെയ്യണ്ട എന്നാണ്. ഈ കെട്ടില് നാളികേരം കൂടാതെ നെല്ല് വെക്കും. പിന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ അവല്, മലര് അവിടെ കാണിക്കയായിട്ട് സമർപ്പിക്കേണ്ട, ഈ അവിടെ കൊണ്ടുവന്ന് നമ്മൾ ഈ ആഴിയിൽ ഒക്കെ സമർപ്പിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഇതെല്ലാം അതിനകത്ത് 2 കെട്ടുകളാണ്. അതെ, ഇരുമുടി. ഒന്ന് ഈ നെയ്യ് നിറച്ച നാളികേരം, മറ്റത് ഈ പറഞ്ഞതുപോലെ നെല്ല്, അക്ഷതം, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. ഈ മഞ്ഞൾപ്പൊടി ഇട്ട അരിയുണ്ട്, അക്ഷതം എന്നാണ് പറയുക. അത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ, അതൊക്കെ ഓരോ പ്രാദേശികമായി ചില വ്യത്യാസങ്ങളുണ്ടാവും. നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. ഇതിൻ്റെ സങ്കല്പം എൻ്റെ എല്ലാ പുണ്യപാപ ചുമടുമായി മലകയറി വരുന്നു എന്നല്ലേ പാട്ട് തന്നെ. അത് അവിടെ ചെന്ന് ഭഗവാന് സമർപ്പിക്കുക. എൻ്റെ പുണ്യവും പാപവും എല്ലാം ഞാൻ നിനക്ക് തന്നു, നീ എന്നെ നിന്നോട് ചേർക്കുക. ഇതാണ് തത്വമസി എന്ന സങ്കല്പമാണ്. ഇത് ഒരിക്കലും കെട്ട് നിറച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് നിലത്ത് വെക്കാൻ പാടില്ല എന്നാണ് സങ്കല്പം. കാരണം ഞാൻ ജനിച്ചു വരുന്നതേ പുണ്യഭാവ ചുമടുമായിട്ടാണല്ലോ, സഞ്ചിത കർമ്മങ്ങളുമായിട്ടാണല്ലോ ജനിക്കുന്നത്. ആ സങ്കല്പത്തിൽ ഇത് തലയിൽ ചുമന്ന്
പമ്പയിലെത്തുന്നു. യാത്ര കഴിഞ്ഞ്, yes. അല്ല, ഇതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം വിട്ടുപോയി. ഈ കെട്ട് നിറയ്ക്കുന്നത് ഒരു ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ. 18 വർഷം മല ചവിട്ടിയ ആളാണ് ഗുരുസ്വാമി. ആ ഗുരുസ്വാമി ആകണമെങ്കിൽ തുടർച്ചയായിട്ട് 18 വർഷം മല ചവിട്ടിയിരിക്കണം. ഇതൊരു സങ്കല്പമാണ്. അദ്ദേഹത്തെ ഗുരുസ്വാമി, അദ്ദേഹത്തിൻ്റെ പഠിപ്പും വിവരവും പദവിയും ഒന്നും വിഷയമല്ല. 18 വർഷം കൃത്യമായി മല ചവിട്ടിയ ആളാണോ നമ്മൾ അദ്ദേഹത്തെ ഗുരുസ്വാമിയായിട്ട് അംഗീകരിക്കുക. അദ്ദേഹം പറഞ്ഞു തരും. കാരണം ഈ 18 വർഷം കൊണ്ട് ഈ മനുഷ്യൻ ഇതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ടാവും. ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, ഇതാണ് വഴി, ഇതെല്ലാം പറഞ്ഞ് നമ്മളെ കൊണ്ടുപോകുന്ന ആളാണ്. ആ ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ കെട്ട് നിറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് നിലത്ത് വെക്കരുത്, തലയിൽ വെച്ചോണം. ഗുരുസ്വാമി എടുത്ത് തലയ്ക്ക് വെച്ച് കൊടുക്കും. പിന്നെ നിലത്ത് വെക്കണമെങ്കിൽ ഗുരുസ്വാമി ഇത് പൂജയ്ക്ക് വേണ്ടി നിലത്ത് വെക്കാം. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇപ്പോൾ പമ്പയിലെത്തുമ്പോൾ കുളിക്കണമല്ലോ. കുളിക്കാൻ വേണ്ടി ഇത് അവിടെ നിലത്ത് നല്ല വിരിയൊക്കെ വിരിച്ച്, അതിനാണ് ഈ വിരി വയ്ക്കുക. പിന്നെ ഇവർക്ക് പണ്ടൊക്കെ നടന്നാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ എവിടെയെങ്കിലും തങ്ങേണ്ടി വരും രാത്രി. അവിടെ നമ്മുടെ അമ്പലങ്ങൾ, പല ക്ഷേത്രങ്ങളിലും വിരിവെപ്പുണ്ടായിരുന്നു പണ്ട്. അപ്പോൾ അവിടെ വിരിവെച്ച് ഇത് കെട്ടവിടെ ഇറക്കി വെച്ച് അതിന് ഒരു ചെറിയ പൂജയൊക്കെ ഉണ്ട്. അതെല്ലാം ചെയ്ത് അതവിടെ വെക്കും. എന്നുവെച്ചാൽ ഈ കെട്ട് തന്നെ നമ്മൾ ഈ സങ്കല്പമായിട്ടാണ്, എൻ്റെ പുണ്യവാവ ചുമടുമായിട്ടാണ് പോകുന്നത്, ഇത് അയ്യപ്പന് ഉള്ളതാണ്, ഇത് അയ്യപ്പൻ തന്നെയാണ് എന്ന സങ്കല്പത്തിലാണ് പോകുന്നത്. അപ്പോൾ ഇത് ഇറക്കി വെക്കും. ഇറക്കി വെച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് ഈ കുളിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഞാൻ ചോദിക്കുന്നത് ആദ്യം വീണ്ടും ഇത് ഈ ഗുരുസ്വാമി തന്നെ എടുത്ത് തലയിൽ വെച്ച് കൊടുക്കും. ഇതിന് ആരതിയൊക്കെ ഉണ്ട്. കർപ്പൂരം കത്തിച്ച് ആരതി ഒഴിഞ്ഞ് യാത്രയിൽ ഒരു ഗുരുസ്വാമി വേണം. ഗുരുസ്വാമി ഇല്ലാതെ ശബരിമല പോകുന്നത്, അപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് വണ്ടിയിൽ ഒഴിച്ചൊക്കെ പോകുന്നത് ആചാരപ്രകാരമല്ല. 18 വർഷം കഴിഞ്ഞാൽ നമുക്ക് പോകാം, കുഴപ്പമില്ല, അത് പ്രശ്നമില്ല. മലയിലെത്തിയാൽ ആദ്യം പമ്പയിൽ നിന്നാണ് തുടക്കം. പമ്പയിൽ നമ്മൾ കുളിച്ച് അവിടെ ഗണപതി ക്ഷേത്രത്തിൽ തൊഴുത് അവിടെ തേങ്ങയൊക്കെ അടിച്ച് ഗണപതിയുടെ അനുഗ്രഹ ആശിസ്സുകളോടുകൂടി മല കയറാൻ തുടങ്ങും. ഈ ശരണം വിളി കെട്ട് നിറയ്ക്കുമ്പോൾ തൊട്ടുണ്ടാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ശരണം വിളിക്കും. ഈ മല കയറി പോകുമ്പോൾ തുടർച്ചയായിട്ട് ശരണം വിളിക്കും. എന്ന് വെച്ചാൽ ആ ശരണമന്ത്രങ്ങളാണ്. അത് മനസ്സ് പൂർണ്ണമായിട്ടും അയ്യപ്പനിൽ ഉറപ്പിക്കുക. പമ്പയിലേക്ക് പോകുന്നതിന് മുമ്പാണോ വാവരെ കാണാൻ പോകുന്നത്? അത് എരുമേലി വഴി പോകുന്നവരാണ് സാധാരണ ഈ വാവർ പള്ളിയിലെത്തി വാവരെ ദർശിച്ച് അയ്യപ്പന്റെ സുഹൃത്തായിരുന്നു. അവിടെയും നാളികേരം, അവിടെയും ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. പിന്നെ ഇത് വളരെ വിശദമായിട്ട് പറയാൻ തുടങ്ങിയ എരുമേലി പേട്ടതുള്ളലൊക്കെ പറയണം. നമ്മൾ അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. എരുമേലി വഴി പോകുന്നവര് വാവരെയും നമ്മൾ വിളിക്കുന്നത് വാവർ സ്വാമി. അവിടെ പോകണമെന്നില്ല, അല്ലാതെ നമുക്ക് നേരിട്ട് പമ്പയിൽ വന്ന് കയറി പോകാം. എരുമേലി വഴി വരുന്നവരാണ് ഈ പറഞ്ഞതുപോലെ വാവരെ കണ്ട് അവിടെയും കൂടി വഴിപാട് അർപ്പിച്ചിട്ട് പോകും. പിന്നെ ശബരിമല ചെന്ന് കഴിഞ്ഞാൽ, മല കയറി അവിടെ ചെന്ന് കഴിഞ്ഞാൽ 18ാം പടിയാണ്. ആദ്യം നമ്മൾ അവിടെ താഴെ തേങ്ങ ഉടച്ചിട്ട് പടി കയറും. ഇതിനുള്ള തേങ്ങകൾ നമ്മൾ പ്രത്യേകം കൊണ്ടുപോകും. അതും ഈ ഇരുമുടിയുടെ ഭാഗമായിട്ട് തന്നെ ചിലപ്പോൾ കാണും. ചിലരല്ലാതെ തോൾ സഞ്ചിയിലിട്ട് കൊണ്ടുപോകും. ഈ ഇരുമുടിയിൽ കൂടുതൽ സാധനങ്ങൾ കയറ്റാൻ പറ്റില്ലല്ലോ. ചിലർ ഒരു തേങ്ങയൊക്കെ അഡീഷണൽ ആയിട്ട് വയ്ക്കും. പക്ഷേ കൂടുതൽ പേരും ഈ സഞ്ചിയിലിട്ട് കൊണ്ടുപോകും. ഇത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ തേങ്ങ ഉടച്ചിട്ട് പടി ചവിട്ടി, പിന്നെ ശരണമന്ത്രങ്ങൾ മുഴക്കിക്കൊണ്ട് ജപിച്ചുകൊണ്ട് പടി ചവിട്ടി മേളിൽ കയറുന്നു. അവിടെ ചെല്ലുന്നു, അയ്യപ്പസ്വാമിയെ ദർശിച്ചതിന് ശേഷം അവിടുന്ന് കറങ്ങി വന്നതിന് ശേഷം ഈ നെയ്യ് അവിടെ വെച്ച് ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ ഈ നാളികേരം ഇത് സീൽ ചെയ്ത് ഒരു വാക്സ് മെഴുകൊക്കെ വെച്ചാണ് ഇത് അടയ്ക്കുന്നത്. അതെല്ലാം മാറ്റിയിട്ട്, അല്ലെങ്കിൽ നാളികേരം ഉടച്ചിട്ട് ഇതിനെ ഒരു പാത്രത്തിലേക്ക് പകരും ഈ നെയ്യ്. എന്നിട്ട് ഒരു കൂട്ടമായിട്ടായിരിക്കും പോകുന്നത്, ഒരാൾ കൊണ്ടുപോയി ഇത് അഭിഷേകത്തിന് കൊടുക്കും. നമുക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. അവർ അഭിഷേകം നടത്തിയിട്ട് നമ്മൾ എത്ര അളവിൽ നെയ്യ് കൊടുക്കുന്നോ അത്രയും അളവിൽ നെയ്യ് തിരിച്ച് പ്രസാദമായിട്ട് തരും. ഈ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്ത നെയ്യ് നമുക്ക് പ്രസാദമായിട്ട് തരും. നമ്മളത് വാങ്ങുന്നു, തിരിച്ചു വരുന്നു. അവിടുന്ന് ശബരിമല അയ്യപ്പസ്വാമിയെ ദർശിച്ചതിന് ശേഷം നേരെ മാളികപ്പുറത്തിനെ ദർശിക്കാൻ പോകുന്നു. അവിടെയും ഇമാതിരി ചില ചടങ്ങുകളുണ്ട്. അവിടെയും ചില കാണിക്കകളൊക്കെ സമർപ്പിച്ച് വഴിപാടൊക്കെ നടത്തി മാളികപ്പുറത്തിൻ്റെ അനുഗ്രഹവും തേടിയിട്ടാണ് തിരിച്ച് പുറകിലൂടെ മല ഇറങ്ങുന്നത്. തിരിച്ച് നമ്മൾ 18ാം പടി വഴി ഇറങ്ങില്ല, അതൊരു ആചാരമാണ്. അതിൽ ഈ അവിടെ നാളികേരം ഉരുട്ടില്ല, ഇല്ല, ഇങ്ങനെയൊന്നും പണ്ട് പതിവില്ലായിരുന്നു. മഞ്ഞൾപ്പൊടി വിതറില്ല, ഇല്ല. ഇതൊക്കെ എൻ്റെ ഓർമ്മയിൽ, ഞാൻ വളരെ ചെറുപ്പത്തിൽ ശബരിമല പോകുമ്പോൾ ഈ നാളികേരം ഉരുട്ട് ചെറുതായിട്ട് ചിലർ നേർച്ചയായിട്ട് വന്ന് ചെയ്യാറുണ്ട്. ഞാൻ അവിടെ നാളികേരം ഉരുട്ടിക്കൊള്ളാം. ചിലർ അമ്പലത്തിൽ ഉരുളുമല്ലോ, ക്ഷേത്രത്തിന് ചുറ്റും ശയനപ്രദക്ഷിണം നടത്താറുണ്ട്. അതുപോലെ ഈ നാളികേരം ഇങ്ങനെ ഉരുട്ടി, അത് ചിലരുടെ സങ്കല്പങ്ങളാണ്, നേർച്ചയാണ്. പണ്ടൊക്കെ അത് അനുവദിച്ചിരുന്നു. ഇപ്പൊ ഇത്രയും കൂടിയപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല മാഷേ. ഇതിനിപ്പോ തന്ത്രി വിചാരിച്ചാൽ പോലും എളുപ്പമല്ല. വസ്ത്രം ഊരി എറിയുന്നതും അവിടെ അതിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ
നമ്മൾ ശ്രീ രവിശങ്കറിൻ്റെ അവരുടെ ആ ഗ്രൂപ്പ് അവിടെ ശബരിമലയിലെ പാരിസ്ഥിതിക ദോഷത്തെക്കുറിച്ച് പണ്ട് പഠിച്ചിട്ടൊരു വീഡിയോ കാണിച്ചു. നമ്മൾ ഞെട്ടിപ്പോവും. എന്തൊരു ഭീകരമാണത്. ഈ ക്ഷേത്രത്തിൻ്റെ പരിപാവനതയെ തകർക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അത് ചെന്നെത്തി നിൽക്കുകയാണ്. അവർ തന്നെ ഓരോ വർഷവും ശ്രമിച്ച് ഈ ശബരിമലയിൽ നിന്ന് പമ്പയിൽ നിന്നൊക്കെ ഈ ഉപയോഗിച്ചിട്ട് കളയുന്ന തുണി ശേഖരിച്ച് മാറ്റുന്ന പ്രക്രിയ അതൊക്കെ മാളികപ്പുറത്തുകൂടി പോയാൽ തീർന്നു. മാളികപ്പുറത്ത് പോയി തിരിച്ചു വന്ന് കഴിയുന്നില്ല. തിരിച്ചു വന്ന് നമ്മൾ വീണ്ടും എന്താ പറയുക 18-ാം പടിക്ക് താഴെ വരും. അവിടെ വന്നിട്ട് ഈ നെയ്യ് നമ്മൾ അഭിഷേകത്തിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് പകർന്ന് കൊടുക്കുമല്ലോ. നെയ്യ് അതിന്റെ ഒരു സംവിധാനത്തിലേക്ക് ആ നെയ്യ് പോയി കഴിയും. പക്ഷേ ഈ നാളികേരം നമ്മുടെ കയ്യിൽ കാണും, അകത്ത് നെയ്യ് ഉള്ള ഈ നാളികേരത്തിനെയാണ് നമ്മൾ താഴെ കൊണ്ടുവന്നിട്ട് ആഴിയിലേക്ക് സമർപ്പിക്കുന്നത്. വെള്ളത്തിൽ അല്ലല്ല, അവിടെ ഒരു ആഴിയുണ്ട്, ശബരിമല ആഴി. ഒരു തീ ഇങ്ങനെ നിരന്തരം ജ്വലിച്ചുകൊണ്ടിരിക്കും. ഒരു ഹോമകുണ്ഡം പോലെ, വലിയൊരു ഹോമകുണ്ഡം പോലെയാണ്. തീയാണ്. അതിലേക്ക് നമ്മൾ ഇങ്ങനെ ഭക്തർ നാളികേരം, ഈ നെയ്യ് പുരണ്ട നാളികേരം ഇങ്ങനെ നിരന്തരം ഇട്ടുകൊണ്ടിരിക്കും. ഇത് ഇത് കത്തി അന്തരീക്ഷത്തിൽ ആ നെയ്യിന്റെ മണം ഇങ്ങനെ പരക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹോമത്തിന് ഉപയോഗിക്കുന്ന നാളികേരം ഉപയോഗിച്ച് ഹോമം നടത്തുമല്ലോ, അത് തന്നെയാണ്, അതിൻ്റെ പ്രതീകമായിട്ടാണ് അവിടെ ഇത് ചെയ്യുന്നത്. ഇത് സമർപ്പിച്ചതിന് ശേഷം അവിടുന്ന് തിരിച്ചിറങ്ങുന്നു. മല ഇറങ്ങി പമ്പയിൽ വരുന്നു, വീണ്ടും ഗണപതിയെ കാണുന്നു, നമസ്കരിക്കുന്നു, തിരിച്ച് നേരെ യാത്ര ചെയ്ത് വീട്ടിൽ വരുന്നു. അപ്പോഴും ഈ പറയുന്നത് പോലെ ക്ഷേത്രങ്ങളിൽ വിരിവെക്കുന്ന ഇതൊക്കെയുണ്ട്. പണ്ട് അങ്ങനെയല്ലേ, നടന്നല്ലേ പോകുന്നത്. ഈ തിരിച്ചു വന്നതിന് ശേഷം നമ്മൾ നേരെ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. വൈകിട്ട് വീട്ടിലേക്കല്ല, ക്ഷേത്രത്തിൽ ചെന്ന് നമ്മൾ ഈ മാല ഊരും. അതാണ് ചടങ്ങ്. അവിടെ ചെന്ന് നമ്മൾ ഈ ഇവിടുന്ന് കിട്ടിയ പ്രസാദമൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെയൊക്കെ കൊടുത്തിട്ട് ഈ പൂജാരിയുടെ സഹായത്തോടു കൂടി മാല ഊരും. അവിടെ ചെറിയൊരു ചടങ്ങ്, മാല ഊരിയിട്ട് നേരെ വീട്ടിലേക്ക് വരും. ഇതാണ് ശബരിമല. വീട്ടിൽ വന്ന് ശരണം വിളിച്ചുകൊണ്ട് തന്നെ വീട്ടിൽ വന്ന് അവിടെ ഒരു തേങ്ങ അടിക്കും. ആ സമയത്ത് നാളികേരം അടിച്ച് അത് പ്രസാദമായിട്ട് എല്ലാവർക്കും കൊടുക്കും. എന്നിട്ട് വീട്ടിൽ വരുന്നു. ഇത് കേരളത്തിൻ്റെ ഒരു ആചാരമല്ലേ, അതുകൊണ്ട് നാളികേരം നമുക്ക് സുലഭമായിരുന്നു. അതെ, നാളികേരമാണ് പ്രസാദമായിട്ട് കൊടുത്തോണ്ടിരുന്നത്. എന്നിട്ട് വീട്ടിൽ വരുന്നു, വ്രതം എന്താ പറയുക പൂർത്തിയാക്കുന്നു. ഇതാണ് ശബരിമല തീർത്ഥാടനം. ഇങ്ങനെ മാലയിടൽ മുതൽ മാല ഊരുന്നത് വരെ അല്ലേ, അതാണ് ചടങ്ങ്. ഓക്കെ, ഹൈക്കോടതി ഇപ്പോൾ ഇടപെട്ടത് എന്തായാലും നന്നായി. കുറേയൊക്കെ ഇക്കാര്യത്തിൽ നിയന്ത്രിക്കണം. അവിടെ പാരിസ്ഥിതിക വഴിവിട്ട ആചാരങ്ങൾ വന്നു അത് ശബരിമലയുടെ പരിസ്ഥിതിയെ ബാധിക്കുന്നതാണ്. ശബരിമലയിലെ എല്ലാറ്റിനെയും അത് ബാധിക്കും. അതുകൊണ്ട് ഈ വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രേക്ഷകരോട് ശബരിമലയിൽ യഥാർത്ഥത്തിൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പരമാവധി കാര്യങ്ങൾ പറഞ്ഞു. വല്ലതും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്തായാലും ആളുകൾക്ക് ഒരു സാമാന്യ ധാരണ ഉണ്ടാവാൻ പ്രശാന്തിന്റെ ഈ വിവരണം ഉപകാരപ്പെട്ടിട്ടുണ്ടാവും നമുക്ക് വിശ്വസിക്കാം. തീർച്ചയായിട്ടും ശബരിമലയെ കാത്തുരക്ഷിച്ചുകൊണ്ട് വിശ്വാസവും രക്ഷിക്കാൻ എല്ലാവർക്കും അവസരം ഉണ്ടാവട്ടെ. നന്ദി.